മധ്യകാലത്തിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ ആകമാനം വന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് ഇന്ത്യയിലും മറ്റ് പലയിടങ്ങളിലേക്കും സാഹസികരായ മനുഷ്യരാൽ കൊണ്ടെത്തിച്ച മാറ്റങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് പറഞ്ഞതാണ്. തീവ്രമായ ആഗ്രഹത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി പോലെ തന്നെ പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമാണ് ഭംഗിയും പുരോഗതിയും നിറഞ്ഞ ഒരു നിലനിൽപ്പ്. മനുഷ്യൻ്റെ കൂർമ്മ ബുദ്ധിയും അവസരങ്ങളോടുള്ള കൃത്യമായ നിലപാടുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്തരം നിലനിൽപ്പുകളിൽ നമുക്ക് കാണാം. ചരിത്രം മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് തന്നെയാണ്. എന്ത്, എപ്പോൾ, എങ്ങനെ. ലോക ചരിത്രത്തിൻ്റെ, മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ ഗതി തിരിച്ചുവിട്ടേക്കാം എന്നതിൻ്റെ കാഴ്ചപ്പാട്. ഇന്ത്യ ചരിത്രത്തിലെ വലിയൊരു ഏടായ അത്തരമൊരു നിലനിൽപ്പിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾ കേൾക്കുമെങ്കിൽ ചരിത്രം നിങ്ങൾക്കായി സംസാരിക്കും. ചരിത്രം വിചാരം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. 1700കളുടെ തുടക്കത്തിലെ ഇന്ത്യ സാമ്പത്തികമായും സാംസ്കാരികമായും ഭരണപരമായും സമ്പുഷ്ടമായിരുന്ന ഒരു സാമ്രാജ്യത്തിന് ഓർക്കാൻ അത്ര രുചിക്കാത്ത സമയമായിരുന്നു അത്. പ്രതാപകാലത്ത് കാബൂൾ മുതൽ ഡെക്കാൻ വരെ വ്യാപിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം പതറിത്തുടങ്ങിയ കാലം. സാമ്രാജ്യ ശക്തികൾ നശിക്കുമ്പോൾ സംഭവിക്കുന്നത് നിശബ്ദമായ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം ചിതറിപ്പോയ ഭാഗങ്ങൾ പോലെ അനേകം പ്രാദേശിക രാജ്യങ്ങളുടെ കടന്നുവരവാണ്. അനേക നാളത്തെ വീർപ്പുമുട്ടലുകൾക്ക് ശേഷം ലഭിക്കുന്ന ശക്തിയും സ്വാതന്ത്ര്യവും ചിലരിൽ, അല്ല മിക്കവരിലും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയാണ് അമിതമായ ആത്മവിശ്വാസവും കൂടുതൽ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഒരു വാശിയും. അതിനിവിടെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നേടിവന്ന ചെറു രാജ്യങ്ങൾക്ക് പരസ്പരം വെട്ടിപ്പിടിച്ച് വളരാനായിരുന്നു ആഗ്രഹം. വീർപ്പ് മുട്ടിക്കഴിഞ്ഞവന് വീർപ്പ് മുട്ടിക്കാനായിരുന്നു ആഗ്രഹം. അടിമയായി കഴിഞ്ഞവന് കൂടുതൽ അടിമകളെ സൃഷ്ടിക്കാനായിരുന്നു ആഗ്രഹം. നൗ ലെറ്റ് മീ ആസ്ക് യു ദിസ്. സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞ ഒരു നാട് വിഭജിച്ച് ദുർബലമായാൽ എന്ത് സംഭവിക്കും? യെസ്, it attracts outsiders, and in this history those outsiders were the British. 1600-ൽ ഇംഗ്ലണ്ടിൽ നിന്നും എലിസബത്ത് രാജ്ഞിയുടെ ചാർട്ടർ നേടി ഈസ്റ്റ് ഇൻഡീസിലേക്ക് വ്യാപാരത്തിനായി പുറപ്പെട്ടവർ വന്നു കയറിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കാണ്. ഇന്ത്യ എന്ന നാടിൻ്റെ ഭാവി മാറ്റുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് 1613-ൽ ജഹാംഗീർ ചക്രവർത്തിയുടെ അനുമതിയോടെ അവരുടെ ആദ്യ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിച്ചു. അവർ വന്നത് തോക്കുകളും പടക്കപ്പലുകളും കൊണ്ടല്ല, വിനീതമായി അനുവാദം ചോദിക്കുന്ന കത്തുകളും ചക്രവർത്തിക്കുള്ള സമ്മാനങ്ങളുമായാണ്. ബ്രിട്ടീഷുകാർ അങ്ങനെ വെറും വ്യാപാരികളായി മാത്രം നിന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിധി മറ്റൊന്നായനെ, അല്ലേ? ബട്ട് ഹിസ്റ്ററി ഹാഡ് അനദർ പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സമയങ്ങളിൽ ഒന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒറ്റയ്ക്കായിരുന്നില്ല. അവരെക്കാൾ എത്രയോ മുൻപേ വന്ന പോർച്ചുഗീസുകാർ മുതൽ വന്നുപോയവരെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന ലക്ഷ്യം വളരെ ലളിതമായിരുന്നു. നോട്ട് ടു കോൺക്വർ ബട്ട് ടു സർവൈവ്. അതെ, അതിശക്തമായി നിന്നിരുന്ന ഒരു മത്സരത്തിലെ അതിജീവനമായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. അവരുടെ തുടക്കത്തെ നമുക്ക് ട്രേഡിംഗ് ഫേസ് അല്ലെങ്കിൽ വ്യാപാര കാലഘട്ടം എന്ന് വിളിക്കാം. പലയിടങ്ങളിൽ അവർ വ്യാപാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ട്രേഡിംഗ് പോസ്റ്റുകൾ സ്ഥാപിച്ചു. അതിനായി അവർ ഉപയോഗിച്ച മാർഗങ്ങൾ, അവരെ തേടിയെത്തിയ അവസരങ്ങൾ, അതൊക്കെ തന്നെയും പലതായിരുന്നു. പല മനുഷ്യരോട് ഇടപഴകേണ്ട ഒരു നല്ല കച്ചവടക്കാരന് ആദ്യം വേണ്ടത് ആരെയും വെറുപ്പിക്കാതെ ഇടപെടാനുള്ള നയപരമായ ഒരു കഴിവാണ്. ആ കഴിവ് ബ്രിട്ടീഷുകാർ വളരെ നന്നായി തന്നെ ഉപയോഗിച്ചു. ചക്രവർത്തിമാരിൽ നിന്നും മറ്റ് നാട്ടു രാജാക്കന്മാരിൽ നിന്നും കച്ചവടാനുമതി വാങ്ങുന്നത് മുതൽ
വലിയ എതിർശക്തികളിലൊന്നായ പോർച്ചുഗീസുകാരിൽ നിന്ന് വളരെ സ്ട്രാറ്റജിക്കായ ഒരിടം സ്ത്രീധനമായി വാങ്ങുന്നതിൽ വരെ ബ്രിട്ടീഷുകാർ വിജയിച്ചിരുന്നു. അതെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും സ്ട്രാറ്റജിക് ലൊക്കേഷനായ ബോംബെ പോർച്ചുഗീസ് കൺട്രോളിൽ നിന്നും സ്വതന്ത്രമാക്കാനും ട്രേഡിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കാനും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞത് 1662 ചാൾസ് രണ്ടാമൻ രാജകുമാരൻ പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ വിവാഹം കഴിച്ചതിനാലാണ്. സൂറത്തിനും ബോംബെക്കും പുറമെ മദ്രാസിലും സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ചെന്നൈ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സെന്റ് ജോർജ് കോട്ട അതിനൊരു ഉദാഹരണമാണ്. ഡസന്റ് ഇറ്റ് ഫീൽ സ്ട്രേഞ്ച്? അതെ, വലിയൊരു കാലഘട്ടം ഇന്ത്യയെ അടക്കി ഭരിച്ച ഒരു മഹാശക്തി ആദ്യം ഇന്ത്യൻ തീരത്തെ ഒരു വാടകക്കാരൻ വ്യാപാരി മാത്രമായിരുന്നു. Now, here comes the turning point. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കഥ തന്നെ, പക്ഷെ അല്പം ഒന്ന് വിശദമാക്കാം. 1707 മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ മരണത്തോടെ അവസാനിച്ചത് വലിയൊരു സാമ്രാജ്യത്തിന്റെ ശക്തനായ ഒരു ഭരണാധികാരിയുടെ പിന്തുടർച്ചയായിരുന്നു. അതോടെ സ്വാതന്ത്ര്യത്തിനായി ഒരു നല്ല അവസരം നോക്കിയിരുന്ന അവധ്, ഹൈദരാബാദ്, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങളായി ഉയർന്നു വന്നു. ശക്തമായ കേന്ദ്രീകൃത വ്യവസ്ഥ കൂടി ഇല്ലാതായതോടെ നടന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമായി നടക്കേണ്ടത്, ചരിത്രത്തിന്റെ ക്ലാസിക് റൂൾസിൽ ഒന്നായിരുന്നു: when the center weakens, the outsiders step in. ഇങ്ങനെ പഴയതിന്റെ തളർച്ചയും പുതിയതിന്റെ വളർച്ചയും ഒക്കെ കുറച്ചു പേർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമതൊരു കൂട്ടർ, ശക്തരെന്ന് അമിത ആത്മവിശ്വാസം വെച്ചിരുന്നവർ ആരും തന്നെ നിശബ്ദരായി അവരെ നിരീക്ഷിക്കുന്ന യഥാർത്ഥ വെല്ലുവിളികളെ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ കൺമുന്നിൽ നടന്നതിനെയൊക്കെ കൃത്യമായ കണ്ണോടെ കാണാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തുറന്നത് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്കുള്ള വഴിയുടെ വാതിലായിരുന്നു. 1600-കളിൽ തുടങ്ങിയ കമ്പനി 1700-കളുടെ തുടക്കത്തിൽ വ്യാപാര സ്ഥാപനം എന്നതിന് പുറത്ത് സ്വന്തമായി സൈന്യമുണ്ടാക്കാനും പ്രാദേശിക കലഹങ്ങളിൽ ഇടപെടാനും തുടങ്ങി. ഇനി നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശത്ത് തന്നെ നമുക്ക് പല ഉദാഹരണങ്ങളും കണ്ടെത്താൻ കഴിയും. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറും കൊച്ചിയുമായുള്ള കോൺഫ്ലിക്ട്സിൽ കമ്പനി തിരുവിതാംകൂറിന്റെ കൂടെ നിന്നത്, ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ട കാലത്ത് മൈസൂർ എക്സ്പാൻഷൻ ചെറുക്കാൻ മലബാറിലെ ചെറു രാജാക്കന്മാരെ സഹായിച്ചത്. ഇനി പാൻ ഇന്ത്യൻ ലെവലിൽ നോക്കിയാൽ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ കലാശിച്ച ബംഗാളിലെ നവാബുകൾക്കിടയിലെ സക്സഷൻ ഡിസ്പ്യൂട്ട്സ്, അവധിലെ ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ്, 1777 അവധും റോഹിൽഖണ്ഡും തമ്മിൽ നടന്ന മിറാൻപൂർ കത്ര ബാറ്റിലിൽ നടത്തിയ ഇടപെടലുകൾ. വ്യാപാരത്തിനായി വന്ന ഒരു കമ്പനി എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്? അവർക്ക് എന്തിനാണ് സൈന്യം? ഉത്തരം ഒന്നേയുള്ളൂ: മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ച തുറന്നിട്ട വാതിലിൽ കൂടി അധികാരത്തിലേക്ക് നടന്നു കയറേണ്ടത് ബ്രിട്ടീഷുകാരുടെ അംബീഷനായിരുന്നു. ദിസ് ഈസ് ദ ടേക്ക് അവേ ഫോർ യു. ബ്രിട്ടീഷ് എക്സ്പാൻഷന്റെ ആദ്യഘട്ടം നമുക്ക് കാട്ടിത്തരുന്നത്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നത്, യുദ്ധത്തെക്കുറിച്ചല്ല, അവസരങ്ങളെക്കുറിച്ചാണ്. അവസരങ്ങൾ ആരെയും തേടിപ്പോകാറില്ല, അത് കണ്ടെത്തി ഉപയോഗിക്കുന്നവരാണ് വിജയിക്കുന്നത്. ബ്രിട്ടീഷുകാർ ക്ഷമയോടെ കാത്തിരുന്നു, അടിത്തറ പണിതു, കൃത്യതയോടെ ശരിയായ സമയത്ത് അധികാരത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകൾ നടത്തി. ഇന്ത്യയിലെ യൂറോപ്യൻ എൻട്രിയുടെ 2ാം ഘട്ടം സുഗന്ധ വ്യഞ്ജനങ്ങൾക്കോ വ്യാപാരങ്ങൾക്കോ വേണ്ടി മാത്രമായിരുന്നില്ല. അവരുടെ ലക്ഷ്യം നിലനിൽപ്പും മണ്ണും അധികാരവുമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ത്യയുടെ ഡെസ്റ്റിനി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹിയിൽ മാത്രമായിരുന്നില്ല, പകരം ചില ചെറു നഗരങ്ങളിലായിരുന്നു. വുഡ് യു ബിലീവ് ഇറ്റ്? അതെ, ചരിത്രം വഴിമാറുന്നത് പലപ്പോഴും വൻ നഗരങ്ങളിലോ തലസ്ഥാന നഗരങ്ങളിലോ മാത്രമായിരിക്കില്ല. ചിലപ്പോഴൊക്കെ അത് സംഭവിക്കുന്നത് വിസ്മൃതിയിൽ ആണ്ടുപോയാക്കാവുന്ന അർക്കോട്ട്, വാണ്ടിവോഷ്, അടയാർ പോലുള്ള ചെറു നഗരങ്ങളിലാകാം. 1740-കളായപ്പോൾ തന്നെ ഇന്ത്യ ഒരു ചതുരംഗക്കളമായി മാറിക്കഴിഞ്ഞിരുന്നതായി നമുക്ക് കാണാം. ശക്തരെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന തദ്ദേശീയരായ രാജാക്കന്മാർ
ആ കളിക്കളത്തിൽ വിനീതരായി തങ്ങൾക്ക് മുന്നിൽ നിന്ന വിദേശ കച്ചവടക്കാരുടെ കരുക്കളായി മാറിയ ഒരു ചതുരംഗക്കളം. അതെ, പതിറ്റാണ്ടുകൾക്കപ്പുറം നിലനിന്നിരുന്ന ദുർബലമായ രാഷ്ട്രീയ അന്തരീക്ഷം തുടങ്ങിവെച്ചത് അധികാരത്തിനായുള്ള മത്സരങ്ങളും പലപ്പോഴും മനുഷ്യത്വരഹിതമായ പോരാട്ടങ്ങളുമായിരുന്നു. അത്തരം അസ്ഥിരതകൾ ഉണ്ടാക്കിയ വിള്ളലുകളിലേക്ക് കയറിച്ചെന്നത് സമ്പത്തിന്റെ കളിത്തൊട്ടിലയക്കാവുന്ന ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണം ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ദി ഫ്രഞ്ച് ആൻഡ് ദി ബ്രിട്ടീഷ്. യൂറോപ്പിൽ തന്നെ സ്ഥിര വൈരികളായിരുന്ന അവർ പണ്ടേ തന്നെ ആഫ്രിക്ക, അമേരിക്ക പോലുള്ള കോളനികൾക്ക് വേണ്ടിയും സമുദ്രാനന്തര അധികാരങ്ങൾക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുന്നത് പതിവായിരുന്നു. ഇവിടെയും അവർ കണ്ടത് ഒരേ സ്വപ്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമായും യൂറോപ്പിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും യൂറോപ്യൻ വൻശക്തികൾ തമ്മിലൊരു സംഘടന നടക്കുകയായിരുന്നു. കിങ് ജോർജ് യുദ്ധം, ജെങ്കിൻസ് ഇയർ യുദ്ധം തുടങ്ങിയ അനുബന്ധ സംഘർഷങ്ങൾ ഉൾപ്പെടുന്ന ദി വാർ ഓഫ് ഓസ്ട്രിയൻ സക്സഷൻ. ഇങ്ങനെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഉയർന്നു വന്ന സാഹചര്യങ്ങൾ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇന്ത്യയിലെ ഹൈദരാബാദ് പ്രദേശത്തിന്റെ തീരദേശ കർണാടക മേഖലയിൽ വളർത്തിയെടുത്തത് വിദേശ ശക്തികളുടെ സംഘടനകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ കർണാട്ടിക് വാർസ് എന്നറിയപ്പെടുന്ന ആ സീരീസിലെ ഒന്നാം യുദ്ധം നടന്നത് 1746 മുതൽ 1748 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ യുദ്ധത്തിന്റെ പിന്നാമ്പുറം നമുക്കൊന്ന് നോക്കാം. 1720 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദേശാൽക്കരിച്ചതും അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലേക്ക് വന്നതും യൂറോപ്പിന് പുറത്ത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള മത്സരം കൂടി വരാൻ കാരണമായി. അതിന്റെ കൂടെ 1744 ഓസ്ട്രിയൻ സക്സഷൻ യുദ്ധത്തിൽ ബ്രിട്ടൻ പ്രവേശിച്ചതുകൂടിയായപ്പോൾ യൂറോപ്പിൽ ചൂട് പിടിച്ചു നിന്ന ആ അമർഷം യുദ്ധമായി ആളിപ്പടരാൻ തുടങ്ങി. പക്ഷെ ആ തീജ്വാല ഇങ്ങ് ഏഷ്യൻ മണ്ണിലേക്ക് കൊണ്ടുവരാനോ കച്ചവട താല്പര്യങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനോ ആദ്യം ഇന്ത്യയിലെ ഫ്രഞ്ച് ഗവർണറായ ഡ്യൂപ്ലിക്സ് ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ ബ്രിട്ടന്റെ ചിന്ത പോയത് അങ്ങനെ ആയിരുന്നില്ല. 1745 ബ്രിട്ടൻ ഫ്രഞ്ച് ഫ്ലീറ്റിന് നേരെ സ്വീകരിച്ച നാവിക നടപടി കാരണം ആരംഭിച്ചത് പതിറ്റാണ്ട് നീളുന്ന യുദ്ധ പരമ്പരയ്ക്കായിരുന്നു. ബ്രിട്ടന്റെ പ്രവൃത്തിക്ക് പകരം ചോദിക്കാൻ തന്നെയായിരുന്നു ഡ്യൂപ്ലിക്സിന്റെ തീരുമാനം. കൂടുതൽ സേനയെ വേണമെന്ന് ഫ്രാൻസിലേക്കുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടിയായതോടെ 1746 ലാ ബൂഡനൈസിന്റെ നേതൃത്വത്തിൽ ഒരു കപ്പൽ വ്യൂഹം തന്നെ മദ്രാസിലേക്ക് എത്തി. തുടർന്ന് യുദ്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും അധികാരമോഹത്തിന്റെയും ചൂട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കേന്ദ്രമായ മദ്രാസിനെയും ഫ്രഞ്ച് കേന്ദ്രമായ പോണ്ടിച്ചേരിയെയും പുതിയൊരു യുദ്ധഭൂമിയാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ 1746 ആ മദ്രാസ് ആക്രമണം ബ്രിട്ടന് ഏറ്റ ഒരു പ്രഹരം തന്നെയായിരുന്നു. അതെ, കുറച്ച് ദിവസത്തെ ചെറുത്തുനിൽപ്പുകൾക്ക് ശേഷം ദയനീയമായി പരാജയപ്പെട്ട ബ്രിട്ടൻ ഫ്രഞ്ച് പടയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും മദ്രാസിലേക്ക് അവരുടെ എൻട്രി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമായിരുന്നില്ല, മദ്രാസിലെ ബ്രിട്ടന്റെ അഭിമാനമായ സെന്റ് ജോർജ് കോട്ട പിടിച്ചെടുത്ത ഡ്യൂപ്ലിക്സ് ആകട്ടെ ബ്രിട്ടനുമായി ഉണ്ടാക്കിയ ഉടമ്പടികളെല്ലാം നിരസിക്കുകയും അവിടെയുള്ള ബ്രിട്ടീഷുകാരെ തടവിലാക്കുകയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഫ്രഞ്ച് നിയന്ത്രണത്തിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു 1743 തൻ്റെ 18-ാം വയസ്സിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി ഇന്ത്യയിലെത്തിയ, പിന്നീട് വാറൻ ഹേസ്റ്റിങ്ങിനൊപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായി കണക്കാക്കപ്പെട്ട, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് പോലും അറിയപ്പെടുന്ന മേജർ ജനറൽ റോബർട്ട് ക്ലൈവ്. അവർ അന്ന് രായ്ക്ക് രാമാനം തന്നെ കൂടല്ലൂരുള്ള ബ്രിട്ടീഷ് താവളമായ സെന്റ് ഡേവിഡ് കോട്ടയിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ഡ്യൂപ്ലിക്സ് മറ്റൊരു ചതിയുടെ തിരശീല നീക്കുകയായിരുന്നു. എന്തെന്നല്ലേ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് രണ്ട് ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ്. പക്ഷെ അത് നടന്നത് എവിടെയായിരുന്നു എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതെ, കർണാടകയുടെ മണ്ണിൽ. അവിടെ അവർക്ക് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, നവാബ് അൻവറുദ്ദീൻ ഖാൻ. എന്തുകൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞതിൽ എവിടെയും ആ പേര് പറയാതെ പോയത്? മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, പിന്നെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. സ്വന്തം മണ്ണിൽ നടന്ന ആ തമ്മിലടി 10,000 കണക്കിന് സൈന്യബലമുള്ള അദ്ദേഹം വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു.
എന്തിന്? ഉറപ്പായും അദ്ദേഹത്തിന്റെ നിശബ്ദതയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഒടുവിൽ ഒരു നേട്ടമുണ്ടാകും എന്നതിൻ്റെ വിശ്വാസം. ഇവിടെയാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ആ ചതിക്കഥയുടെ പിന്നാമ്പുറമുള്ളത്. അന്ന് ബ്രിട്ടന് നേരെ യുദ്ധകാഹളം മുഴക്കിയ ഫ്രഞ്ച് പട നേരെ യുദ്ധത്തിനിറങ്ങുകയല്ല ചെയ്തത്. ആദ്യം ചെയ്തത് തങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിൽ ഒരു പടനിലം ഒരുക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യ പടിയായിരുന്നു തദ്ദേശീയനായ നവാബിന് അവർ കൊടുത്ത വാഗ്ദാനം. മദ്രാസിലെ തന്ത്രപ്രധാനമായ സെന്റ് ജോർജ് കോട്ടയും പരിസര പ്രദേശങ്ങളും വർഷങ്ങളായി നവാബിന്റെ സ്വപ്നമായിരുന്നു. ബ്രിട്ടന് മേലുള്ള ഫ്രാൻസിന്റെ വിജയം ഉറപ്പായാൽ ആ കോട്ട പിടിച്ചെടുത്ത് നവാബിന് കൊടുക്കും എന്നായിരുന്നു ഡ്യൂപ്ലിക്സിന്റെ ആ വാഗ്ദാനം. പക്ഷെ വിജയശേഷം നടന്നത് വ്യക്തമായ ഒരു അവഗണനയായിരുന്നു. അഭിമാനം പൊള്ളിയ നവാബ് തൻ്റെ 10,000 സൈനികർ അടങ്ങുന്ന സൈന്യത്തെ അടയാറിന്റെ തീരത്തേക്ക് അയച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. അവിടെ നവാബിന്റെ സൈന്യത്തെ നേരിടാനുണ്ടായിരുന്നത് മദ്രാസിന് ശേഷം ബോഡോണൈസിന്റെ പിന്തുണ നഷ്ടപ്പെട്ട ഡ്യൂപ്ലിക്സിന്റെ വെറും 1000-ൽ താഴെ മാത്രം പേരുള്ള ഫ്രഞ്ച് സേനയായിരുന്നു. ചരിത്രത്തിൽ ബാറ്റിൽ ഓഫ് സെന്റ് തോമേ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് അടയാർ എന്നറിയപ്പെടുന്ന ആ സംഘടനത്തിൽ 10,000-ഓളം വരുന്ന നവാബിന്റെ സൈന്യം അതിദയനീയമായി അടിച്ചമർത്തപ്പെട്ടു. യൂറോപ്പിൽ ഓസ്ട്രിയൻ സക്സഷൻ യുദ്ധം അവസാനിച്ചതോടെ ഒന്നാം കർണാട്ടിക് യുദ്ധവും അവസാനിച്ചു. രണ്ട് ശക്തികൾ തമ്മിൽ മറ്റൊരു മണ്ണിൽ നടന്ന യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് അതൊരവസാനമായിരുന്നില്ല. പുതിയ തിരിച്ചറിവുകളുമായി ഇന്ത്യയുടെ മണ്ണും മനസ്സും മറ്റ് അസ്വസ്ഥതകളിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. യൂറോപ്പിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ സ്ഥിതി കലുഷിതമായിരുന്ന കാലമായിരുന്നു 1749കൾ. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചിരുന്നു. എങ്കിലും അനേകം പ്രോക്സി യുദ്ധങ്ങൾ അപ്പോഴും ഇന്ത്യക്ക് അകത്ത് നടക്കുകയായിരുന്നു. അതുപോലെ ഒന്നായിരുന്നു 1749 മുതൽ 1754 വരെ നീണ്ടുനിന്ന രണ്ടാം കർണാട്ടിക് യുദ്ധം. ആ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. 3 പതിറ്റാണ്ടുകൾക്കപ്പുറം സയ്യിദ് സഹോദരന്മാരുടെ സഹായത്തോടെ ഫറൂഖ് സിയാർ മുഗൾ ചക്രവർത്തി ആയിരിക്കുന്ന കാലഘട്ടം. അദ്ദേഹത്തിന്റെ സഭയിലെ ഏറ്റവും ശക്തരായ അംഗങ്ങളിൽ ഒരാളായിരുന്നു ആസഫ് ജാ. വളരെ ദുർബലമായിരുന്ന മുഗൾ ഭരണത്തിന് കീഴിൽ ഡെക്കാൻ പ്രദേശത്തിന്റെ ഗവർണറായിരുന്ന ആസഫ് ജാ പദവിയിലിരിക്കെ തന്നെ, കൃത്യമായി പറഞ്ഞാൽ മുഗൾ ഭരണത്തിന് കീഴിൽ സേവനം ചെയ്യുമ്പോൾ തന്നെ ഒരു കാലത്തെ ഷാഹി വംശത്തിൻ്റെ തന്നെ സമ്പദ് ഭൂമിയായിരുന്ന ഡെക്കാനിലെ ഹൈദരാബാദിന് മേൽ അധികാരം സ്ഥാപിച്ച് ആസഫ് ഷാഹി വംശത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ നാസിർ ജംഗും കൊച്ചുമകൻ മുസാഫർ ജംഗും തമ്മിൽ നടന്നത് അധികാരത്തിനായുള്ള പോരാട്ടമായിരുന്നു. ഇവിടെ ഫ്രഞ്ച് മുസാഫർ ജംഗിനെ സഹായിച്ചപ്പോൾ ബ്രിട്ടൻ സഹായിച്ചത് നസീർ ജംഗിനെയായിരുന്നു. എന്നാൽ ഇത് മാത്രമായിരുന്നില്ല അവിടുത്തെ പ്രശ്നങ്ങൾ. ഹൈദരാബാദ് നിസാമിൻ്റെ നിയമപരമായ പരിധിയിലായിരുന്നിട്ടും കർണാടക പോലുള്ള നിരവധി പ്രദേശങ്ങൾ സ്വയംഭരണ പ്രദേശങ്ങളായി മാറാൻ തുടങ്ങി. പിന്നീട് കർണാട്ടിക് നവാബായിരുന്ന ദോസ്ത് അലിയുടെ മരണവും പിന്തുടർച്ച ആഗ്രഹിച്ചിരുന്ന മരുമകൻ ചന്ദ് സാഹിബും സുബൈദാർ മുഹമ്മദ് അലിയും തമ്മിലുള്ള ഒരു അധികാര പോരാട്ടത്തിന് കാരണമായി. ഇവിടെയും ഫ്രഞ്ചും ബ്രിട്ടനും എടുത്തത് മുഖാമുഖം നിൽക്കാനുള്ള തീരുമാനമായിരുന്നു. ഇവിടെ ആദ്യം വിജയം ഫ്രഞ്ചിനൊപ്പം തന്നെയായിരുന്നു. ബ്രിട്ടന്റെ ഇങ്ങനെ തണുത്ത മനോഭാവം ഫ്രഞ്ചിന്റെ വിജയസൂചനകളും ഒരു കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗുമസ്തനായിരുന്ന, പിന്നീട് കമ്പനിയുടെ സേനയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ച റോബർട്ട് ക്ലൈവിനെ ചൊടിപ്പിച്ചു. അദ്ദേഹം ആ രോഷം അവസാനിപ്പിച്ചത് തൻ്റെ വെറും 300-ൽ താഴെ മാത്രം വരുന്ന സൈനികരുമായി 1751 ഫ്രഞ്ച് അലയായിരുന്ന ചന്ദ സാഹിബിൽ നിന്ന് അർക്കോട്ട് പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു. ദിസ് സിംഗിൾ ആക്ട് ഓഫ് ഒഡാസിറ്റി ടേൺ ദി ടൈഡ്. തുടർന്ന് 1754 പോണ്ടിച്ചേരി ഉടമ്പടി കൂടി ഒപ്പുവെച്ചതോടെ ഡ്യൂപ്ലിക്സ് നെയ്തുകൂട്ടിയ സാമ്രാജ്യത്വ വികസനം എന്ന സ്വപ്നത്തിന് തിരശീല വീഴുകയായിരുന്നു.
വർഷം 1756 ആയപ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയായിരുന്നു. അപ്പോൾ ലോകം ആദ്യമായി ഒരു മഹായുദ്ധത്തിന് സമാനമായ സംഘർഷങ്ങൾക്ക് സാക്ഷിയാകുകയായിരുന്നു. 1754 അമേരിക്കൻ കോളനികളിലെ ഫ്രഞ്ച് പോസ്റ്റുകൾക്ക് നേരെ നടന്ന ബ്രിട്ടീഷ് ആക്രമണങ്ങൾ വീണ്ടും ബ്രിട്ടൻ ഫ്രഞ്ച് സമാധാനത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ഇവർ രണ്ടു കൂട്ടർ മാത്രമായിരുന്നില്ല. മുഴുവൻ യൂറോപ്യൻ ശക്തികളും പല പല കാരണങ്ങൾ കൊണ്ട് തമ്മിലടിക്കുകയായിരുന്നു. വളരെ വലിയ ഒരു സാമ്രാജ്യത്തിലെ ഹെജിമണി തന്നെയായിരുന്നു എല്ലാവരുടെയും സ്വപ്നം. യൂറോപ്പ്, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക, ഇന്ത്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഏഷ്യ എന്നിങ്ങനെ 5 ഭൂഖണ്ഡങ്ങളെ സ്വാധീനിച്ച ആ യൂറോപ്യൻ സംഘർഷം ചരിത്രത്തിൽ 1756 1763 ഇടയിൽ നടന്ന ഒരു സപ്തവത്സര യുദ്ധം എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. യൂറോപ്പിൽ നടന്ന ഈ 7 ഇയേഴ്സ് വാറിന്റെ തുടർച്ചയായി ഇന്ത്യയിലും ഫ്രഞ്ച് ഇംഗ്ലീഷ് സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇവിടെ ഫ്രഞ്ചിന്റെ ലക്ഷ്യം നിലനിൽപ്പ് തന്നെയായിരുന്നു. രണ്ടാം കർണാട്ടിക് വാർ കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് കമ്പനി നേരിട്ടത് വൻ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. തുടർച്ചയായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പബ്ലിക് സെക്ടർ കമ്പനി നേരിടുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും തേടിയെത്തി. അതിനാൽ നിലനിൽക്കേണ്ടതും ലാഭമുണ്ടാക്കേണ്ടതും അവർക്ക് ആഗ്രഹമോ മോഹമോ ആയിരുന്നില്ല, മറിച്ച് അത്യാവശ്യമായിരുന്നു. ബ്രിട്ടനും പല യുദ്ധങ്ങളുടെയും ഭാഗമായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ താൽപ്പര്യങ്ങൾക്ക് സാമ്പത്തിക വിഷമങ്ങൾ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ തെക്ക് നിന്ന് ആരംഭിച്ച 3ാം കർണാട്ടിക് യുദ്ധം ചെന്ന് നിന്നത് ബംഗാളിന്റെ മണ്ണിലായിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഫ്രഞ്ച് വിചാരിച്ചതുപോലെ പോയില്ല. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ച് സഖ്യകക്ഷിയായിരുന്ന നവാബ് സിറാജ് ദൗളയെ 1757 പ്രശസ്തമായ പ്ലാസി യുദ്ധത്തിൽ ആക്രമിക്കുകയും കൊൽക്കത്ത തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതേ വർഷം ബംഗാളിലെ ഫ്രഞ്ച് കുടിയേറ്റ നഗരമായ ചന്ദ് നഗറിനെയും പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ 1760 വാണ്ടിവാഷ് യുദ്ധത്തിൽ കൂടി വിജയിച്ചതോടെ ഫ്രഞ്ചിന്റെ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് അവസാനമിട്ടു. ഒരു വർഷത്തിനിപ്പുറം പോണ്ടിച്ചേരി കൂടി വീണതോടെ 1763 പാരീസ് ഉടമ്പടി എഴുതി ചേർത്തത് ഉറപ്പായ ആ സത്യമായിരുന്നു. ഫ്രാൻസിന് ഇനി ഇന്ത്യയിൽ കച്ചവടം നടത്താം, പക്ഷെ ഒരിക്കലും ഭരിക്കാനാവില്ല. യെസ്, their dream of empire vanished like the smoke in the wind. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ആർക്കോട്ടിലെയും വാണ്ടിവാഷിലെയും വരണ്ട സമതലങ്ങളിൽ മുദ്രവെക്കപ്പെട്ടത് ഇന്ത്യയുടെ ഒട്ടും സുഖകരമല്ലാത്ത ഭാവിയായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നമുക്ക് കാട്ടിത്തന്നത് ഒരു സാമ്രാജ്യ നിർമ്മാണത്തിന് രാജാക്കന്മാർ തന്നെ വേണമെന്നില്ല. പകരം പണവും ചങ്കൂറ്റവും ആയുധവും ഉണ്ടെങ്കിൽ കിരീടം ആരെയും തേടിയെത്തിയേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, അർക്കോട്ടിലെയും വാണ്ടിവാശിലെയും വരണ്ട സമതലങ്ങളിൽ മുദ്രവെക്കപ്പെട്ടത് ഇന്ത്യയുടെ ഒട്ടും സുഖകരമല്ലാത്ത ഭാവിയായിരുന്നു. കർണാടക യുദ്ധങ്ങൾ നമുക്ക് കാട്ടിത്തന്നത് ഒരു സാമ്രാജ്യ നിർമ്മാണത്തിന് രാജാക്കന്മാർ തന്നെ വേണമെന്നില്ല. പകരം പണവും ചങ്കൂറ്റവും ആയുധവും ഉണ്ടെങ്കിൽ കിരീടം ആരെയും തേടി എത്തിയേക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ്. ഫോർ ഇന്ത്യ, ഇറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് എ ന്യൂ ചാപ്റ്റർ. 2 centuries of colonial rule born not in Agra or Delhi, but in the small forts and battlefields of the Carnatic. പതിറ്റാണ്ടുകൾ അല്ല, നൂറ്റാണ്ടുകൾ പറയുന്ന ആ കഥകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കാത്തിരിക്കുക. ചരിത്രം, വിചാരം.